ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ദാർസലാമിലെ സ്ട്രീറ്റ്സൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ട്രീറ്റിൻ്റെ പേരാണ് ഇന്ദിരാഗാന്ധി സ്ട്രീറ്റ്. ഇന്ദിരാഗാന്ധി സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റിലാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് ജ്വല്ലറീസ് ഉള്ളത്. ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. ഇപ്പോൾ സാറ്റർഡേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഒട്ടുമിക്ക ഷോപ്സും ഹാഫ് ഡേ വരെ വർക്കിംഗ് ഉള്ളൂ. അത് കഴിയുമ്പോൾ ക്ലോസ് ആവും. റോട്ടിലൊന്നും ഒറ്റ മനുഷ്യന്മാരില്ല. നമ്മൾ ഇറങ്ങിയ ദിവസം റോങ് ആയിപ്പോയി. അപ്പോൾ ശ്രദ്ധിക്കുക, സാറ്റർഡേ നമ്മളിവിടെ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ മോർണിംഗിൽ ഇറങ്ങണം. ഉച്ചയ്ക്ക് ശേഷം എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആയിരിക്കും. ഇനി സൺഡേ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇനി സൺഡേ ഓപ്പൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കിംഗ് ഡേ ലീവ് എടുത്ത് വന്നാലും ഈ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. താൻസാനിയ ഗോൾഡ് പ്രൊഡ്യൂസിങ് കൺട്രിയാണ്. ഇവിടെ കുറേ ഗോൾഡ് മൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ ഗോൾഡിന് റേറ്റ് കുറവാണെന്ന് കേൾവിയുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. അപ്പം നെക്സ്റ്റ് ടൈം എന്തായാലും ഈ ഷോപ്സിലൊക്കെ കയറി ഇവരുടെ ജ്വല്ലറീസും ഇവരുടെ ഡിസൈൻസൊക്കെ ഒന്ന്, പിന്നെ അതേപോലെ തന്നെ പ്രൈസും എത്രയാണെന്നൊക്കെ ഒന്ന് അറിയാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ പറ്റിയില്ല. നടന്ന് ഞങ്ങൾ ഒരു ജംഗ്ഷനിലെത്തി. ദാർസലാമിൽ കുറേ ബിൽഡിങ്സ് ഉണ്ട്. നല്ല പൊക്കമുള്ള ബിൽഡിങ്സാണ്. കൂടുതലും പഴയ ബിൽഡിങ്സാണ് ഇവിടെ ഉള്ളത്. കണ്ടു കഴിഞ്ഞാൽ ഓൾഡ് മുംബൈൻ്റെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അടിപൊളിയാണ്. ബസ്സുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതേപോലെ നല്ല നീളമുള്ള ബസ്സുകളാണ്. അതേപോലെ തന്നെ ബസ്സിന് പോകാൻ വേണ്ടി സെപ്പറേറ്റ് റൂട്ടാണ്. അതിൽ കൂടെ വേറെ 4 വീലേഴ്സ് ഒന്നും പോവില്ല. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ബസ് സ്റ്റോപ്പ്. ഈ ബസ് ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ അടുത്ത സ്റ്റോപ്പിലേ നിർത്തുള്ളൂ. നമ്മൾ നാട്ടിൽ ഇടയ്ക്കൊക്കെ വെച്ച് കൈ കാണിക്കണ പോലെ കൈ കാണിച്ചാൽ ഈ ബസ് നിർത്തില്ല. ഈ ബസ്സിൻ്റെയൊക്കെ ഒരു നീളം നോക്കി, എന്തൊരു നീളമാണ്! ഇതൊക്കെ ഓടിക്കുന്ന ഡ്രൈവർമാരെ സമ്മതിച്ചു കൊടുക്കണം. ദാർസലാമിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മൾ സ്ട്രീറ്റ്സിൽ കൂടെ നടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ചക്കപ്പഴമാണ്. നല്ല മഞ്ഞ കളറിലെ ചക്കയാണ്. അത് ഓരോ ഗ്ലാസ്സുകളിൽ ഇങ്ങനെ അടക്കി വെച്ചേക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ആലിൻ്റെ ഫേവറേറ്റാണ് ചക്ക. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് ഓരോ ചക്ക ഇങ്ങനെ കഴിക്കാം, നമ്മുടെ കൈമേ ആവാതെ. പിന്നെ ചക്ക വൃത്തിയാക്കാനുള്ള ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. നമുക്ക് ഓരോ ഗ്ലാസ് മേടിച്ച് കഴിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 30 രൂപ 31 രൂപേൻ്റെ അടുത്ത് വരും ഓരോ ഗ്ലാസ്സിന്. പിന്നെ ചക്കക്കുരു നമുക്ക് ചേട്ടൻ ഫ്രീ ആയിട്ട് തന്നു. അവർ ചക്കക്കുരു കഴിക്കാറില്ല. അപ്പോൾ അത് കാരണം നമുക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടി. സാധാരണ ദിവസങ്ങളിൽ റോഡിൽ നല്ല ട്രാഫിക്കാണ്. ഇന്നിപ്പോൾ ട്രാഫിക് ഇച്ചിരി കുറവാണ്. കാരണം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ തൊട്ടടുത്തൊരു മാളുണ്ട്. ആ മാളിൽ മാക്സിൻ്റെ ഷോറൂമുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാം, ഇവിടുത്തെ റേറ്റൊക്കെ ഒന്ന് അറിഞ്ഞെടുക്കാം എന്ന് വിചാരിച്ച് കയറിയതാണ്. ഇത് നല്ല വിശാലമായ അടിപൊളിയായ ഷോറൂമായിരുന്നു. അത്യാവശ്യം എല്ലാ മോഡൽ ഡ്രസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. കൂടുതലും വെസ്റ്റേൺ മോഡലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ റേറ്റ് 1500 അതൊക്കെയാണ് സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ, അത്യാവശ്യം നോർമലായിട്ടുള്ള ടോപ്പിനൊക്കെ. ഈ ടോപ്പ് കണ്ടു. ഈ ടോപ്പിന് 49,000 ഷില്ലിങ്ങാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 1600 രൂപ വരും. പിന്നെ 70,000 ഷില്ലിങ്, അതായത് ഏകദേശം ഒരു 1500 പ്ലസ് ആണ് കുറച്ച് നല്ല ടോപ്പുകളും നല്ല ഡ്രസ്സുകളൊക്കെ കിട്ടുക. ഞങ്ങൾ സാധാരണ നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഡ്രസ്സാണ് പർച്ചേസ് ചെയ്തുകൊണ്ട് വരാറ്. ഡ്രസ്സസ് ഇവിടെ അവൈലബിൾ ആണെങ്കിലും നമ്മുടെ നാട്ടിലാണ് കുറച്ച് കൂടുതൽ സെലക്ഷൻസൊക്കെ ഉള്ളത്. അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ മാക്സിമം ഡ്രസ്സ് ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. 1 വർഷത്തേക്ക് 2 വർഷത്തേക്കൊക്കെ ഉള്ളത് ഇവിടെ നിൽക്കുകയാണെങ്കിൽ. പിന്നെ ഇടയ്ക്ക് ഈ ഷോറൂമിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ മോളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇപ്പം നമ്മൾ ബോൾട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബർ പോലെ തന്നെ ഇവിടെ ബോൾട്ട് അവൈലബിൾ ആണ്, ഊബറും അവൈലബിൾ ആണ്. നമ്മൾ കൂടുതലും ബോൾട്ടാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വണ്ടി വരും, സുഖമായിട്ട് വീട്ടിൽ പോകാം. അപ്പോൾ സ്വന്തമായിട്ട് വണ്ടി ഇല്ലെങ്കിലും നമുക്കിവിടെ ട്രാവൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.